അതിജീവന സന്ദേശം ലോകത്തിന് നൽകിയ വയനാട് SKN40 യാത്രയെ വലിയ രീതിയിലാണ് ഏറ്റെടുത്തത്. പുൽപ്പള്ളിയും മാനന്തവാടിയും ബത്തേരിയും കൽപ്പറ്റയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൂടെ SKN40 പര്യടനം നടത്തിയ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി. വയനാട് പുൽപ്പള്ളിയിൽ നിന്നായിരുന്നു SKN40 വയനാട്ടിൽ പര്യടനം തുടങ്ങിയത്. വിവിധ സംഘടനകൾ യാത്രയുടെ ഭാഗമായി ഈ MDMA പോലുള്ള മാരക ഇതൊക്കെ ഉപയോഗിച്ച് അതിൽ നിന്ന് മുക്തി നേടാനും മറ്റു തൊഴിലില്ലാത്ത ആളുകളുണ്ടെങ്കിൽ സാർ അവരെ ഞങ്ങളെ ഏൽപ്പിച്ചോ, ഞങ്ങളവരെ കൃഷി പഠിപ്പിക്കുന്നത്. ബാവലി മഖാമിലും ചെക്ക് പോസ്റ്റിലും SKN എത്തി. മാനന്തവാടി ടൗണിൽ നടന്ന ലഹരി വിരുദ്ധ പരിപാടിയിൽ അണിചേർന്നത് 100 കണക്കിന് പേർ. മാനന്തവാടി വിഷുദിനത്തിൽ ബത്തേരിയിൽ നിന്നായിരുന്നു യാത്രയുടെ തുടക്കം. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ. മീനങ്ങാടിയിൽ കുടുംബശ്രീ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പരിപാടികളും മുട്ടിൽ WMO യത്തീംഖാനയിലും കേരള യാത്ര എത്തി. വയനാട് ജില്ലയിലെ സമാപനം കൽപ്പറ്റയിലായിരുന്നു. ജനപ്രതിനിധികളും പൗരപ്രമുഖരും യാത്രയ്ക്ക് പിന്തുണയുമായി എത്തി. ഇതിനെതിരായിട്ടുള്ള പ്രതിരോധം ഈ സമയത്ത് നമ്മൾ കേരളത്തെ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ ചെറുപ്പത്തെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഈ നാട് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ പൊതുസമൂഹത്തെ മുഴുവൻ സ്വാംശീകരിച്ചുകൊണ്ട് നാടിനെ രക്ഷപ്പെടുത്താനുള്ള ഈ ജനകീയ പ്രതിരോധത്തിന്റെ പോരാട്ടത്തിൽ SKN എന്ന് പറയുന്ന ഏറ്റവും മിടുക്കനായിട്ടുള്ള മാധ്യമ പ്രവർത്തകനെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട്, ചെറുതല്ല നമ്മൾ നേരിടുന്ന വെല്ലുവിളി, ചെറിയ വെല്ലുവിളിയല്ല, വലിയ നീരാളി കയത്തിലാണ് നമ്മൾ. അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇത് നാം ഓരോരുത്തരുടെയും ചുമതലയാണ്. ഈ ഡ്രഗ്സ് ഒഴിവാക്കാനുള്ള പ്രവൃത്തി അത് ഏതൊക്കെ തരത്തിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. എല്ലാവരും എന്റെ കടമയാണ് എന്നുള്ള തീരുമാനത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. SKN40 പിന്തുണയുമായി നിരവധി അനുബന്ധ പരിപാടികളും വയനാട്ടിൽ നടന്നു. 24 വയനാട്.